എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ആലുവയിലെ CMRL കമ്പനിയിൽ ഇഡി റെയ്ഡ് നടത്തിയത് പാർട്ടിക്ക് പുറംപൊളിയുന്ന അടിയായിരുന്നു. അതിന്റെ കൂടെ ഇടുത്തി പോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീന് ഡൽഹിയിൽ നിന്ന് ഇൻഡാസ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMന് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇഡി നടപടി ശരിവെച്ചു. മൊയ്തീന്റെ എതിർപ്പ് തള്ളി ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടേതാണ് നടപടി. AC മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള 6 ബാങ്ക് അക്കൗണ്ടുകളിലുള്ള 40 ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത്. എന്നാൽ ഭൂസ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കരുവന്നൂരിൽ കൈയിട്ട് നക്കിയവരൊക്കെ തച്ചുവെച്ചോളാനാണ് മുന്നറിയിപ്പ്. കരുവന്നൂരിൽ ഇനി പണി കിട്ടാൻ പോകുന്നത് മന്ത്രി P. രാജീവിനായിരിക്കും. ശിങ്കിടികളിൽ പലർക്കും ലോണ് കൊടുക്കാൻ രാജീവിന്റെ നേതൃത്വത്തിൽ നീക്കം നടന്നിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ കാശ് മുക്കി കേമന്മാരായി നടക്കാമെന്നാണ് CPMകാർ കരുതിയത്. പക്ഷേ ഒരറ്റത്തുനിന്ന് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മൊയ്തീന് നേരെയുള്ള നടപടി ഒഴിവാക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ടും പറ്റിയില്ല. ഇനി ഭൂസ്വത്ത് കണ്ടുകെട്ടുന്നതിലേക്ക് നീക്കമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ. കാശ് മുക്കിയവരൊക്കെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. രക്ഷിക്കാൻ പിണറായിയുടെ കാലും പിടിച്ചു തുടങ്ങി. മകളുടെയും പിന്നെ സ്വന്തം കേസും ഒതുക്കേണ്ടതിനാൽ പിണറായി തിരിഞ്ഞുപോലും നോക്കില്ല. നേരത്തെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 15 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരുന്നു. AC മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ് ബിനാമി ഇടപാടുകൾ നടന്നതെന്നും ഇഡി പറയുന്നു. AC മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. കരുവന്നൂർ ബാങ്കിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നതായുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി റെയ്ഡ് നടത്തിയത്. നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ റെയ്ഡും. തട്ടിപ്പ് കേസിൽ 15 കോടി വിലമതിക്കുന്ന 36 വസ്തുവകകളാണ് ഇഡി കണ്ടുകെട്ടിയത്. ഇവ കണ്ടുകെട്ടുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. കൂടാതെ AC മൊയ്തീന്റെ 40 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ മരവിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ കണക്ക് കാണിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് നടപടി. ഏറ്റവും അധികം തട്ടിപ്പ് നടത്തിയത് ബിജോയ് എന്നയാളാണെന്നാണ് കണ്ടെത്തൽ. 30 കോടി രൂപ വിലമതിക്കുന്ന തട്ടിപ്പുകളാണ് ഇയാൾ നടത്തിയത്. ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടവയിൽ ഭൂരിഭാഗം തുകയും ബിനാമി ഇടപാടുകൾ വഴിയാണെന്നും ഇഡി കണ്ടെത്തി. കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ AC മൊയ്തീന്റെ ബിനാമി എന്ന് സംശയിക്കുന്ന അനിൽ സേഠിനു മാത്രം ഏകദേശം 40 വായ്പകളുണ്ട്. പല വായ്പകൾക്കും ഇയാൾ തന്നെയാണ് ജാമ്യം നിന്നതെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സമാനമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. 2021 ജൂലൈ 21 ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു. CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു.